ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ബക്കി. ഞങ്ങളങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിന് പുറത്തോട്ട് പോവുകയാണ്. ടെർമിനൽ 3 ആയിരുന്നു നമുക്ക് വരേണ്ടത്. നമ്മുടെ എയർപോർട്ടിന് തൊട്ട് ഓപ്പോസിറ്റാണ് ആ കാണുന്നതാണ് മെട്രോ. എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ടാക്സിയൊക്കെ അവൈലബിൾ ആണ്. നമുക്കതുകൂടാതെ ഊബർ, ഓലോ ഒക്കെ നമുക്ക് ഹയർ ചെയ്യാം. പക്ഷേ നമ്മുടെ ചെന്നൈയിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓട്ടോറിക്ഷ ഒന്നും അലൗഡ് അല്ല എന്നാണ് ഞാൻ കേട്ടത്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റി. നമ്മളിവിടുന്ന് മെട്രോയിലാണ് കേട്ടോ പോകുന്നത്. അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ ഈ ചെല്ലുന്നതാണ് മെട്രോയുടെ ബിൽഡിങ്. ഈ ഫ്ലോറിൽ തന്നെ ചെറിയൊരു പിസ്സ ഹട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തന്നെ കോഫിയും പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് നമ്മുടെ ടേബിളിൽ വന്നിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോഫി ആയിരുന്നു. എയർപോർട്ടിൽ ഞങ്ങളെ പിക്ക് ചെയ്യാൻ എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. കസിനാണ് ഞങ്ങളെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി ബസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. നമുക്ക് മെട്രോയിൽ തന്നെ ബസ് സ്റ്റേഷനിൽ പോകാം. അതാണ് ഏറ്റവും എളുപ്പം. ടെർമിനൽ 3 എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ISBT ബസ് സ്റ്റേഷനിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് നമുക്ക് ആദ്യം പോകേണ്ടത് ന്യൂഡൽഹി സ്റ്റേഷനിലേക്കാണ്. ന്യൂഡൽഹി സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ മെട്രോ ചേഞ്ച് ചെയ്ത് ISBT ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. മെട്രോയിൽ പോകുന്നത് ഏറ്റവും എളുപ്പമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ട്രാഫിക്കാണ്. ഡൽഹിയിൽ എപ്പോഴും നല്ല ട്രാഫിക്കായിരിക്കും. നമ്മൾ മെട്രോയിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സും കൂടി നമുക്ക് സ്റ്റേഷനിൽ എത്താൻ പറ്റും. നമ്മളങ്ങനെ ന്യൂഡൽഹി സ്റ്റേഷനിൽ എത്തി. ഇവിടെ നമ്മൾ മെട്രോ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മെട്രോയിൽ ടിക്കറ്റ് കൗണ്ടറിൽ നല്ല ക്യൂ ആയിരിക്കും, പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ. കസിൻ്റെ കയ്യിൽ കാർഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ക്യൂവിൽ അധികം നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് അടുത്ത ട്രെയിനിൽ കയറാൻ പറ്റി. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ചാങ്ങി സ്റ്റോവ് മാർക്കറ്റൊക്കെ പാസ് ചെയ്ത് നമ്മൾ സ്റ്റേഷനിലെത്തി. ഇവിടെയാണ് നമ്മൾ റിയലായിട്ട് കൺഫ്യൂസ്ഡ് ആയത്. നമുക്ക് പോകേണ്ടത് കാശ്മീരി ഗേറ്റ് നമ്പർ 8 പക്ഷേ ഇവിടെ കൊടുത്തേക്കുന്നത് 1 കഴിഞ്ഞിട്ട് 7, പിന്നെ ബാക്കിയെല്ലാം വേറെ ഏതോ സ്ഥലങ്ങളിലായിരുന്നു കിടക്കുന്നത്. ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. പക്ഷേ ഞങ്ങൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്പോട്ടിൽ നിന്നിട്ട് കസിൻ പോയി കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അവസാനം അങ്ങോട്ട് പോവുമായിരുന്നു. കാരണം ഞങ്ങൾ കുറേ നടന്നു അവിടെ. എന്നിട്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചു, പക്ഷേ ആരും നല്ലൊരു റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു അവിടെ. കാരണം അവർക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞങ്ങളങ്ങനെ ഇറങ്ങി. ഇതായിരുന്നു ഔട്ട് സൈഡ്. നമ്മുടെ ആ കാണുന്നതാണ് നമ്മുടെ ISBT ബസ് സ്റ്റേഷനൊക്കെ. ISBT ബസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനലാണ്. പല സ്റ്റേറ്റിലേക്ക് പോകേണ്ടത് ബസ്സെല്ലാം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റിൽ കണ്ടിട്ടുള്ള പോലെ നോർമൽ ബസ് സ്റ്റേഷൻ അല്ല ഇത്. എപ്പോഴും പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണും. അതേപോലെ തന്നെ നോർമലായിട്ട് നമുക്ക് ബസ് സ്റ്റേഷൻ എൻട്രി ആവാൻ പറ്റത്തില്ല. നമ്മൾ മെട്രോയിൽ കയറുന്ന പോലെ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം ചെക്കിങ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ എൻട്രി ആവാൻ വേണ്ടി. അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള കൗണ്ടറും കാര്യങ്ങളുണ്ട്. കഴിവതും പീക്ക് സീസണിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. ഇവിടെ വന്നു കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതേപോലെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലഗേജ്, ഫോണ്, പേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം സൂക്ഷിക്കണം. നമുക്ക് ഇവിടുന്ന് മണാലി വരെ പോകാനുള്ള ബസ്സാണ് വരുന്നത്, ലക്ഷ്മി ട്രാവൽസ്. നമ്മുടെ ബോർഡിങ്ങിന് മുന്നായിട്ട് തന്നെ അവർ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. നമുക്ക് പോകാനുള്ള വണ്ടിയുടെ പ്ലേറ്റ് നമ്പറും ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസും ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യാവൂ. കാരണം ഒരേപോലെയുള്ള 2 വണ്ടികൾ കാണും, 2 or 3 വണ്ടികൾ കാണും. ഇപ്പോൾ 2 വണ്ടികളുണ്ട്. അതും 2 ഒരേ റൂട്ടിൽ തന്നെ പോകുന്നതായിരിക്കും. കാരണം മണാലി, ഷിംല, കുലു എല്ലാം ഒരേ റൂട്ടിൽ തന്നെയാണ്. അങ്ങനെ വണ്ടി ഒട്ടും ലേറ്റ് ആയിട്ടില്ല. കറക്റ്റ് സമയത്തിന് 5 ആയപ്പോൾ തന്നെ വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഫ്ലൈറ്റിലെ പോലെ തന്നെ ഹാൻഡ് ബാഗ് മാത്രമാണ് നമുക്ക് ക്യാബിനിൽ എടുക്കാവുന്നത്. ബാക്കി ലഗേജ് എല്ലാം നമ്മൾ താഴെ ലഗേജ് റൂമിലാണ് വെക്കുന്നത്. നമ്മുടെ ലഗേജ് എല്ലാം ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു സ്ലിപ്പ് നമുക്ക് തരും. നമുക്ക് വണ്ടി എടുത്തപ്പോൾ തന്നെ വെള്ളമൊക്കെ കൊണ്ടു തന്നിട്ട് പുള്ളിക്കാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. നമുക്ക് അതേപോലെ തന്നെ ബ്ലാങ്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ നിന്ന ബസ് സ്റ്റേഷൻ്റെ അകത്ത് ഇതുപോലെ ചെറിയ ഷോപ്സോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇഷ്യൂസ് കാരണം അത് സ്റ്റോപ്പ് ചെയ്താണ്. നമുക്ക് ബസ് സ്റ്റേഷന് പുറത്ത് തന്നെ ഇതേപോലെ ചെറിയ കുറേ ഷോപ്സ് ഉണ്ട്. ഇതേപോലെ സ്നാക്സ്, വടാപ്പാവ്, ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് അങ്ങനെ വാങ്ങാൻ പറ്റിയ ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കുവാണ്. ട്രാഫിക്ക് ചെറുതായിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് വണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നത്.
ഇങ്ങനെ നല്ല കാഴ്ചകളാണ് രണ്ട് സൈഡിലും. നമ്മൾ ഫ്ലൈ ഓവർ കയറിക്കൊണ്ട് വലിയ ട്രാഫിക് അറിയാനില്ല, പക്ഷെ എന്നാലും ഒട്ടകത്തെയും അങ്ങനെ ചെറിയ ചെറിയ പാലങ്ങൾ, ഇവിടെ ചെറിയ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ബസ്സിന് മണാലി വരെ നോർമലി 800 to 1500 വരെയാണ് ടിക്കറ്റ് പ്രൈസ് ആവാറുള്ളത്. അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റിൻ്റെ, നമ്മൾ ബുക്ക് ചെയ്യുന്ന സീറ്റിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റെയിൽവേയുടെ ഒക്കെ മെയിൻ വർക്ക് സൈറ്റുകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം എല്ലാ ജംഗ്ഷനിലും നമുക്ക് നമ്മുടെ ഫ്ലാഗ് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ നേരം മുന്നേ തൊട്ട് നമുക്കൊരു മൗണ്ടൻ കാണാമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്തിട്ടേക്കുവാണ്, നമ്മുടെ സിറ്റിയുടെ ഫുൾ വേസ്റ്റ്. നമ്മുടെ ഏലഗിരി യാത്രയിൽ നമ്മൾ ഇതേപോലെ ഇത് കണ്ടായിരുന്നു. അവിടെ അത് റീസൈക്കിൾ ചെയ്യുന്ന ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ പിൻ ചെയ്യാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ലൈറ്റൊക്കെ അവർ ഓഫ് ചെയ്തു. ഇപ്പം 6 മണി കഴിഞ്ഞു. നമ്മൾ ഏകദേശം ടോൾ ബൂത്തൊക്കെ അടുക്കാറ്. ഞങ്ങൾ മാപ്പൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ചു വേണം റൈഡ് ചെയ്യാൻ. കാരണം പലയിടത്തും ലൈറ്റില്ല, പൂർണ്ണമായിട്ട് ബ്ലൈൻഡാണ് ചില സ്ഥലങ്ങളിലൊക്കെ. നമ്മുടെ ഫസ്റ്റ് ടോൾ പാസ്സാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ നിന്നു. അതേപോലെ നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോഴാണ് വണ്ടി ഒന്ന് അനങ്ങി തുടങ്ങിയത്. നമ്മൾ ഈ റോഡിൽ കയറിയ പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഇതുപോലുള്ള കല്യാണ മണ്ഡപങ്ങളാണ് കേട്ടോ. അതും വളരെ വലിയ കല്യാണ മണ്ഡപങ്ങൾ, മിനിമം ഒരു 5000 പേരെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാബയും ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയി കേട്ടോ. നമ്മുടെ വണ്ടിയിലെ ലൈറ്റൊക്കെ ഓൺ ചെയ്തു. അവർ വിളിച്ച് പറയുന്നുണ്ട് 20 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്നൊക്കെ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം വന്ന ബസ്. ഒന്ന് വോൾവോ, ഒന്ന് ഭാരത് ബെൻസ് ആണ് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പ്. ഇവിടെ നിന്ന് നിൽക്കാനേ പറ്റത്തില്ല. ആൾക്കാരെല്ലാം സെറ്റായിട്ടുണ്ട്. ഐസ്ക്രീം വരെ ഉണ്ട് ഈ തണുപ്പത്ത്. ഇത് ഫൈസ് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. നമ്മുടെ ബസ്സിൻ്റെ മുന്നിൽ കിടന്നൊരു പഴയ ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ പഞ്ചാബി മൂവീസൊക്കെ കാണത്തില്ലേ, അതേപോലെ ഷെയർ ടാക്സി പോലെ, ഷെയർ റിക്സ ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു വണ്ടി കേട്ടോ. അവരുടെ എംബളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്. വോൾവോ 9600 മൾട്ടി ആക്സിൽ ബസ്സാണ് കേട്ടോ. ഏകദേശം 1.5 കോടിയോളം വില വരുന്നതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ വരുന്ന മോഡലാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ക്യാബിന്. സീറ്റൊക്കെ വരികയാണെങ്കിൽ പുഷ് ബാക്ക് സീറ്റാണ്. ലെഗ് സപ്പോർട്ടൊക്കെ ഉള്ള മോഡലാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ തന്നെ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നു. ബസ് അവർ സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ടൈമിൽ തന്നെയാണ്. സമയം അങ്ങനെ 10:30 കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി രണ്ടാമത്തെ സ്റ്റോപ്പിൽ നിർത്തി. ഫ്യൂൽ സ്റ്റേഷനാണ്. ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തണുപ്പാണ് കേട്ടോ. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. സ്വെറ്ററൊന്നും ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. ഫ്യൂൽ അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്തിൽ കൂടുതലും ഇങ്ങനത്തെ ബോഡിയുള്ള ട്രക്കാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അത് ബോത്ത് അശോക് ലൈലാൻഡ് ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ള ബോഡിയാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ ഫോണിൽ 12 ഡിഗ്രി ആണ് കേട്ടോ ടെമ്പറേച്ചർ കാണിക്കുന്നത്. നമ്മളിപ്പം ചണ്ഡീഗറായി.
ഇവിടുന്ന് ഏകദേശം 5 തൊട്ട് 6 മണിക്കൂർ എടുക്കും കേട്ടോ നമുക്ക് മണാലി എത്താൻ വേണ്ടി. നമ്മുടെ വണ്ടി ചെറുകെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കൂടെ തന്നെ സെയിം ട്രാവൽസിൻ്റെ ഒരു വണ്ടികളുണ്ട്. ആ വണ്ടിയിൽ ഇങ്ങനെ പാർട്സിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കയറിയ സമയത്ത്. ഇപ്പം നമ്മുടെ വണ്ടിയിലും ഇങ്ങനെ ലോഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി വണ്ടി ഇവിടുന്ന് എടുക്കുകയുള്ളൂ. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞു കേട്ടോ. നമ്മളൊരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അടുത്ത് ധാബയിൽ നിർത്തി ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഒരു കോഫി അടിക്കാനുള്ള ടൈം. തണുപ്പ് കൂടി വരുവാണ്. നോർമൽ നമ്മൾ ഫേസ് ചെയ്ത തണുപ്പിനൊക്കെ ഒരുപാട് ലെവൽ കൂടി കേട്ടോ. നല്ല തണുപ്പാണ് ഇപ്പോൾ. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. തണുപ്പത്ത് കോഫിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ഫോണിൽ നോക്കുമ്പോൾ -2 ആണ് കാണിക്കുന്നത് കേട്ടോ. -2. ഇവിടുന്ന് ഏകദേശം 95 കിലോമീറ്റർ യാത്ര ഉണ്ട് കേട്ടോ നമുക്ക് മണാലിക്ക്. ചണ്ഡീഗഡ് കഴിഞ്ഞാൽ പിന്നെ രാത്രി യാത്ര അത്ര എളുപ്പമല്ല കേട്ടോ. റോഡ് ഫുൾ ബ്ലൈൻഡാണ് ഈ കാണുന്ന പോലെ തന്നെ. അങ്ങനെ സമയം 5:30 ആയി കേട്ടോ. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ എത്തി. അവർ അനൗൺസ് ചെയ്തു. ഞങ്ങളങ്ങനെ ലഗേജൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തെടുത്തത് തന്നെ നമ്മൾ ക്യാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണാലി വോൾവോ ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൽ ആക്ച്വലി ചെക്കിങ് ടൈം എന്ന് വെച്ചാൽ 12 ആണ്. 12 ചെക്കിങ്ങും 11 ചെക്കൗട്ടും ആണ് ടൈം. പക്ഷേ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഇതേപോലെ ബസ്സിൻ്റെ ടൈമൊക്കെ അനുസരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഐഡിയും പിന്നെ അഡ്വാൻസ് എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. നമ്മുടെ റൂമൊക്കെ എങ്ങനെ കിട്ടി. സീസൺ ടൈമിൽ വരുന്നവർ പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് വരുന്നവർ ബുക്ക് ചെയ്തിട്ടേ വരാവൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഞങ്ങളുടെ ഈ ഇതിന് ഫുള്ളാണ്. നമുക്ക് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടിയത് ഈ സമയത്ത്. നല്ലൊരു റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു റൂമാണ്. ടിവിയും നല്ലൊരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബാൽക്കണിയൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ്. Thanks for watching our video and please do subscribe and support our channel.